മലയാളം ബിഗ് ബോസ് സീസൺ 7 ഇന്നലെ നമ്മുടെ ആര്യനെയും ജിസേലിനെയും നമ്മുടെ ബിഗ് ബോസ് പൊക്കിയിരിക്കുകയാണ്. അവരുടെ കള്ളത്തരം കണ്ടുപിടിച്ചു. അതായത് ഇന്നലെ രാത്രി ലൈവ് കണ്ടവർക്കറിയാം, ഒരുപാട് നേരമായിട്ട് നമ്മുടെ ജിസേലിനെയും ആര്യനെയും തന്നെ ക്യാമറ ഫോക്കസ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. എനിക്ക് തോന്നുന്നു ലൈവിൽ കുറേ നേരം അവരെ തന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. രണ്ടുപേരും ഇന്നലെയും ഫേസ് ടു ഫേസ് ആണ് കിടന്നത്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയായിരുന്നു. പക്ഷേ മൈക്ക് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നു രാത്രി കിടക്കുന്ന സമയമാകുമ്പം എല്ലാവരും തന്നെ മൈക്ക് ഊരി മാറ്റും. എന്നിട്ടും ഉറങ്ങില്ല, ഇരുന്ന് സംസാരിക്കും. ഉറങ്ങുന്ന സമയത്താണ് മൈക്ക് മാറ്റേണ്ടത്. പക്ഷെ പലരും കിടക്കുമ്പോഴേ അങ്ങ് മൈക്ക് മാറ്റും, എന്നിട്ടിരുന്ന് സംസാരിക്കും. കുറച്ചു നേരം നമ്മുടെ ബിഗ് ബോസും ക്യാമറയും ഇവരെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു. ലാസ്റ്റ് ആര്യനെയും ജിസേലിനെയും വിളിച്ച് മൈക്ക് ഇടാൻ പറഞ്ഞു. അങ്ങനെ പിന്നെ അവർ മൈക്കൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. മൈക്ക് ഇട്ടതിന് ശേഷം അവർ സംസാരിക്കുന്നതായിട്ട് നമ്മളെ കേൾപ്പിക്കുന്നത് നൂറയെക്കുറിച്ചാണ്. നൂറയുടെ ഇന്നലെ ഗെയിം സ്ട്രാറ്റജിയും 3 ആഴ്ചയാണ് ഇനി നൂറ സേഫ്, അതിനെക്കുറിച്ചൊക്കെയാണ് നമ്മുടെ ആര്യനും ജിസയിലും സംസാരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ആര്യനാണ് സംസാരിക്കുന്നത്, ജിസയിൽ കേട്ടിരിക്കുകയാണ്. അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. അതിനു മുമ്പ് എന്താണ് സംസാരിച്ചതെന്ന് മൈക്കില്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് വ്യക്തമല്ല, അത് നമ്മളെ കേൾപ്പിക്കുന്നുമില്ല. എനിക്ക് തോന്നുന്നു ആ ഒരു അനുമോളുമായിട്ടുള്ള പ്രശ്നം കഴിഞ്ഞ് ആദ്യമായിട്ടാണ് ബിഗ് ബോസ് ഇത്രയും നേരം ആര്യനെയും ജിസേലിനെയും സൂം ചെയ്ത് കാണിക്കുന്നതും ഫോക്കസ് ചെയ്ത് കാണിക്കുന്നതുമൊക്കെ. പിന്നെ മൈക്ക് മാറ്റിയിരുന്ന് സംസാരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് കള്ളത്തരമാണെന്നും പറയാൻ പറ്റില്ല. കാരണം അവിടെ ഒട്ടുമിക്ക ആൾക്കാരും അതുപോലെ തന്നെയാണ് ചെയ്യുന്നത്. മൈക്ക് മാറ്റിയിട്ട് തന്നെയാണ് കിടക്കാൻ നേരത്ത് സംസാരിക്കുന്നത്. ആ സമയത്താണ് എനിക്ക് തോന്നുന്നത് എല്ലാവരും രഹസ്യം പറയുന്നതും ഗെയിം പ്ലാൻ ചെയ്യുന്നതും എല്ലാം. അവർ പക്ഷേ ഗെയിം പ്ലാനിങ് ഒന്നും ആയിരുന്നില്ല. മൈക്ക് ഇട്ടതിന് ശേഷം നൂറയെക്കുറിച്ച് സംസാരിക്കുന്ന പോലെയാണ് തോന്നിയത്. എന്തായാലും വീട്ടിലെ കാര്യങ്ങളൊക്കെയാണ് സംസാരിക്കുന്നത്. പക്ഷെ നമ്മുടെ ബോസണ്ണിന് എന്തോ ഒരു സംശയം തോന്നിയെന്ന് തോന്നുന്നു. അതാണ് അത്രയും നേരം നമ്മളെ ലൈവിൽ ആര്യനെയും ജിസേലിനെയും തന്നെ കാണിച്ചുകൊണ്ടിരുന്നത്. എന്തായാലും ഇവർ തമ്മിൽ എന്തെങ്കിലും കള്ളത്തരമുണ്ടോ എന്നൊക്കെ നമുക്ക് ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ വരുമ്പോൾ അറിയാം. കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സുകളുമായി വീണ്ടും വരാം.